ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. സ്കിൻ കെയർ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ ഡെയിലി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഏജിങ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ വ്രിങ്കിൾസ് വരുന്നതിനൊക്കെ താമസിപ്പിക്കാനായിട്ടും ഈ ഒരു സ്കിൻ കെയർ ചെയ്യുന്നത് യൂസ്ഫുൾ ആവും. അതേപോലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും പിന്നെ പോഴ്സുകളൊക്കെ ഓപ്പൺ ആവാതിരിക്കാനും വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് സ്കിൻ കെയർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് തന്നെ കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഫേസ് നന്നായിട്ട് കഴുകുക. നന്നായിട്ട് കഴുകിയാൽ മാത്രമാണ് ഫേസിലെ അഴുക്കൊക്കെ പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്ട്സൊക്കെ കറക്റ്റ് അബ്സോർബ് ആവാനായിട്ടും സഹായിക്കും. അപ്പോൾ ഫേസ് വാഷസ് ഏതൊക്കെയാണെന്നുള്ളത് നല്ലത് എല്ലാ സ്കിന്നിന് പറ്റിയത് ഞാൻ അണ്ടർ 300 റുപ്പീസിൻ്റെ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയി നോക്കി നോക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണർ യൂസ് ആക്കുക എന്നുള്ളതാണ്. ടോണർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ആ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ ടോണർ ഇമ്പോർട്ടൻ്റ് വേണം എന്നുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. ടോണറിനും എന്തുകൊണ്ടും നല്ലത് റോസ് വാട്ടർ തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണേഴ്സിന് പകരം നമുക്ക് വേണമെങ്കിൽ സിറംസ് യൂസ് ആക്കാം. ഓപ്ഷണലാണ് സിറം എന്ന് പറയുന്നത്. സിറംസ് കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് നയാസിനമൈഡ്, സാലിസിലിക് ആസിഡ്, വിറ്റമിൻ സി ഇതൊക്കെ സിറംസ് തന്നെയാണ്. ഇതുപോലെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഏത് കണ്ടീഷൻ അല്ലെങ്കിൽ കൺസേൺ അതെന്താണോ അത് നോക്കിയിട്ട് മാത്രം സിറംസ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേസ് വാഷിൻ്റെ ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ആക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ അതേപോലെ സോഫ്റ്റ് ആക്കാനൊക്കെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ സ്കിൻ ടൈപ്പിനെ പറ്റിയതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ പോയിട്ട് എന്തായാലും ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ലാസ്റ്റ് സ്റ്റെപ്പും കൂടിയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യൽ. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. അതിപ്പോൾ മഴയായാലും വെയിലായാലും വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും നമ്മളെപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഏതൊക്കെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന സൺസ്ക്രീൻ ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയി കാണാം. അപ്പോൾ പ്രത്യേകിച്ച് സ്കിന്നിന് പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് സ്കിപ്പാക്കിയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ആക്കാം. കാരണം സൺസ്ക്രീനിൻ്റെ ഉള്ളിലും മോയ്സ്ചറൈസർ ഉള്ളതുകൊണ്ട് നമുക്കത് വലിയ പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് രാത്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെ രാവിലത്തെ മുഴുവൻ പൊടികളും എല്ലാതും നമ്മളുടെ മുഖത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും അഴുക്കായിട്ട്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ക്ലെൻസ് ചെയ്ത് നന്നായിട്ട് ഒരു ഡബിൾ ക്ലെൻസ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നൈറ്റിൽ നമ്മൾ സെറം ആഡ് ചെയ്യണമെന്നുള്ളതാണ്. സെറം ആവശ്യമുള്ളവരാണെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് എന്തായാലും ശ്രമിക്കാം. നെക്സ്റ്റ് മോയ്സ്ചർ ചെയ്യുക. അപ്പോൾ മോയ്സ്ചറൈസർ കുറച്ചൊരു തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും നിങ്ങൾ നൈറ്റ് യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലത്. അപ്പോൾ ഇത്രയാണ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനും അതേപോലെ തന്നെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനും ഉള്ളത്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഇത്രയൊക്കെയാണ് ഉള്ളത് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തെങ്കിലും കമൻസിൽ പറയാനുണ്ടെങ്കിലോ ചോദിക്കാനുണ്ടെങ്കിലോ ചോദിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ബൈ.